ഹലോ സുഹൃത്തുക്കളെ, ട്രയംഫ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സെറ്റ് ചെടിയിൽ നിന്നും അതിൻ്റെ ഇലയിൽ നിന്നും പുതിയ തൈയൊക്കെ മുളപ്പിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 10-15 ചെടികളായിരുന്നു അന്ന് നമ്മൾ മുളപ്പിക്കുന്നതിനായിട്ട് ചെറിയ ബാഗുകളിലാക്കി വച്ചിരുന്നത്. തൈകൾ നമുക്ക് ഡെവലപ്പായി കിട്ടി, നല്ല രീതിയിൽ തന്നെ വന്നു. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തു. അതിന് ശേഷം ബാക്കി വന്ന 2-3 ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് അത് ഇന്ന് ഏത് രീതിയിലാണ് ഇരിക്കുന്നതെന്ന് ഷെയർ ചെയ്യുന്നതിനൊക്കെയാണ് വീഡിയോയിലൂടെ ഞാൻ എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല, സെറ്റ് ചെടിയിലൊരു പൂവ് വന്നിരിക്കുകയാണ്. ആ പൂവും നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാനായിട്ടാണ് ആഗ്രഹിച്ചെത്തിയിരിക്കുന്നത്. ആ ചെറിയ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. യെസ്, ഇപ്പോൾ നമ്മൾ അന്ന് നട്ടുവെച്ച ചെടിയിലുള്ള ഒരു ചെടിയാണിത്. നമ്മൾ സെറ്റിൻ്റെ ഇല മാത്രമാണ് ഇതിനകത്ത് മുളപ്പിക്കുന്നതിനായിട്ട് നട്ടുവെച്ചിരുന്നത്. ഇന്ന് ഈ കാണുന്ന രീതിയിൽ നമുക്ക് ആ ചെടി വളർന്നു വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കെയർ ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് വളരുമായിരുന്നു. നമ്മൾ വേറെ വളമൊന്നും ഇതിനിട്ട് കൊടുത്തിട്ടില്ല. സാധാരണ മണ്ണിൽ അന്ന് കുറച്ച് കരിക്കട്ടയും ചാണാപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ചെടി അന്ന് മുളപ്പിക്കുന്നതിനായിട്ട് നട്ടുവെച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇത് അതിൻ്റെ കൂടെ തന്നെയുള്ള മറ്റൊരു പ്ലാന്റാണ്. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം നല്ല ഡെവലപ്പായിട്ട് വരും. ഇനി നമുക്ക് മദർ പ്ലാന്റ് കാണാം. അപ്പോൾ ഏത് പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ഈ ചെടി മുളപ്പിച്ചെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ചെടികളൊക്കെ മുളപ്പിച്ചെടുത്തിരിക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ആ പ്ലാന്റിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റിൻ്റെ പൂവും വന്നിരിക്കുന്നത്. നിങ്ങൾ പലരും ആ ചെടിയുടെ പൂവ് കണ്ടിട്ടുണ്ടാവില്ല. എന്നാലും അങ്ങനെയുള്ളവർ കൂടി അത് കാണുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഒരുക്കി ഷെയർ ചെയ്തിരിക്കുന്നത്. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ മദർ പ്ലാന്റ്. ഈ ചെടിയിൽ നിന്നുമാണ് നമ്മൾ പുതിയ തൈ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് ഇലകളെല്ലാം ചെറിയ ബാഗുകളിലേക്ക് ഫിക്സ് ചെയ്ത് വച്ചിരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഐറ്റം ഇതാണ്. ഇതാ കണ്ടല്ലോ. ഇപ്പോൾ സെറ്റ് ചെടിയുടെ പൂവ് കണ്ടിട്ടില്ലാത്തവർക്കായിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഏതാണ്ട് ചേമ്പൻ ചെടിയിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ പൂവ് തന്നെയാണ് സെറ്റ് പ്ലാന്റിലും ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഈ ചെടിയുടെ പൂവെന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുന്നു. ഈ ചെറിയൊരു പോട്ടിലാണ് ഞാൻ ഈ സെറ്റ് പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. അത്യാവശ്യം ഒരാഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ കേടായി പോകുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും സൈനിങ് ഓഫ് ട്രയംഫ് അച്ചീവേഴ്സ്, എ ചാനൽ ബൈ അരുൺ. ബൈ.